വന്നപ്പോ എന്നോട് കാര്യം പറഞ്ഞല്ലോ, നമ്മളെ കസ്റ്റമർ നിങ്ങൾ കുറച്ച് കൊടുക്കണമല്ലോ, അതുകൊണ്ടാണ് 10 കസ്റ്റമേഴ്സ് പൾബർ ഓടിച്ച വണ്ടിനെ വേണം ആ വണ്ടി. അങ്ങനെ ഒരു കുറെ ആളുകൾ അങ്ങനെ ഞാൻ ഈ വണ്ടി ഉള്ളൂ. എങ്ങനെയുണ്ട് വണ്ടി? ശരിയില്ലേ? ഒരുപാട് ആളുകൾ വന്ന് പറയും പഴയ മോഡൽ എന്റെ സ്പ്ലെൻഡർ ഉണ്ടായിരുന്നു, അന്ന് കൊടുത്തപ്പോ 20,000 രൂപ അല്ലെങ്കിൽ 15,000 ചോദിക്കണ 28 നിങ്ങളെ വീഡിയോക്ക് വേണ്ടിട്ട് നമ്മൾ 20 രൂപക്ക് നമ്മൾ കൊടുക്കും. നിങ്ങൾ വീട്ടിലുണ്ടൊക്കെ ചോദിക്കണേ, നമുക്ക് നിങ്ങളെ കസ്റ്റമർ ആയിട്ട് ഒരു 28 രൂപക്കാണ് കൊടുക്കാം. 28,000 രൂപയ്ക്ക് യൂറോ 1 99 മോഡല് അല്ലേ? 99 മോഡല് നിങ്ങൾ എവിടെയെങ്കിലും ഇപ്പത്തെ കാലത്ത് കിട്ടിട്ടെന്ന് ഇതുപോലെ. ഹലോ ഗൈസ്, നിങ്ങൾക്ക് വേണ്ടി ഇതാ ഒരുപാട് വണ്ടി കളക്ഷൻ അല്ല ഒരു ഷോറൂം ഡീറ്റെയിൽസ് കാണിച്ചു തരാവുന്നതാണ്. അതായത് സ്പ്ലെൻഡറുകളുടെ കളക്ഷൻ, അതുപോലെ തന്നെ ബഡ്ജറ്റിൽ വണ്ടി ഉണ്ട് എന്നുള്ളത് ഉറപ്പാണെന്ന് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി. നിങ്ങൾക്ക് മുതലാകുന്ന ഒരുപാട് സംഗതികളുണ്ട്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളെ ബിസ്മി യൂസ്ഡ് വെഹിക്കിൾ ഗാരേജിലേക്കാണ്. എന്താണ് ഇന്ന് ബിസ്മി യൂസ്ഡ് വെഹിക്കിൾ അല്ല, മോട്ടോ പോയിന്റ് പേര് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. മോട്ടോ പോയിന്റ് ആയിട്ടുണ്ട് അല്ലേ? യെസ്, മോട്ടോ പോയിന്റിലേക്കാണ് ഇന്ന് നമ്മൾ വന്നത്. അതായത് മോട്ടോ പോയിന്റ് അല്ലേ? മോട്ടോ പോയിന്റിലേക്കാണ് ഇന്ന് വന്നത്. ഇന്ന് നമ്മൾ പൊളിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മോട്ടോ പോയിന്റ് എന്നുള്ള പേര് വരാൻ കാരണം? അല്ല, സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചിട്ട്. വെറൈറ്റി ആയിക്കോട്ടെ, മോട്ടോ പോയിന്റ് ആയിക്കോട്ടെ. നമ്മളത് മോട്ടോർ വണ്ടികളാണല്ലോ അല്ലേ? യെസ്, നമുക്ക് തുടങ്ങാം. നമുക്ക് എല്ലാ ഓഫറുകളില്ലേ? എങ്ങനെ ഓഫറുള്ളേ? കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കണ്ടിട്ട് കുറെ ആളുകളൊക്കെ ലോങ് എന്നാണ്. ഇപ്പൊ കാസർഗോഡ്, തിരുവനന്തപുരം, കണ്ണൂര്. അപ്പൊ ഇനി എവിടുന്നാണ് ആളുകൾ വരുന്നത് അവർക്ക് പോകാനുള്ള എണ്ണ നമ്മൾ ഫ്രീ ആയിട്ട് അടിച്ചു കൊടുക്കുകയാണ്. അതായത് തിരുവനന്തപുരത്ത് നിന്നാണെങ്കിലും കാസർഗോഡ് നിന്നാണെങ്കിലും മലപ്പുറത്ത് നിന്നാണെങ്കിലും നമ്മളെ എവിടുന്നാണെങ്കിലും നിങ്ങളെ കസ്റ്റമർ എവിടുന്നാ വരുന്നത് അവർക്ക് പോകാനുള്ള എണ്ണ നമ്മൾ ഫ്രീ ആയിട്ട്. അത് മാത്രം പോരാ, വേറെന്തല്ലേ? പിന്നെ നമ്മൾ 10 കസ്റ്റമർ നമ്മൾ എന്ത് ചെയ്യാം, അവർക്ക് ഇപ്പൊ മഴക്കാലൊക്കെയാണ്. അതെ, ഇപ്പൊ മിക്കവാറും മഴ പെയ്യും. അപ്പൊ സ്കൂട്ടർ ആണെങ്കിലും ബൈക്കാണെങ്കിലും അവർക്ക് മഴക്കാലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ബൈക്കിനിടുന്ന കവർ അത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും 10 കസ്റ്റമറിന്. അതിന് പുറമെ ബൈക്കിനുള്ള കവർ റെയിൻകോട്ട് കൊടുക്കും അതിന്റെ കൂടെ, അതോ അതും കൊടുക്കാം. പിന്നെ ഓഫർ ഇല്ലേ? ഇനിയുള്ള ഓഫർ നമുക്ക് കുറച്ച് ബൈക്കിന്റെ ഇതിൽ തന്നെ ഓഫറാണ്. ഇനിയുള്ള ഓഫർ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അതായത് നിങ്ങൾ വെയിറ്റ് ചെയ്തോളി, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി വെച്ചോളി. അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ അൻവർ നമുക്ക് വേണ്ടി എന്തെല്ലാം ഓഫറുകളാണ് മാറ്റി വെച്ചേക്കുന്നത് അല്ലേ? അൻവറേ പൊളിക്കട നോക്കി. ഒരുപാട് വണ്ടികളുണ്ട്, സ്പ്ലെൻഡറുകളുടെ തന്നെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. സ്പ്ലെൻഡർ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒന്ന് അടുത്തേക്ക് പോരുട്ടോ. പൊന്നു അൻവറിന്റെ അടുത്തുള്ള സ്പ്ലെൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ നീറ്റ് വൃത്തി എടുക്കുക, തൊട്ടിങ്ങനെ തലോടാന്ന് തോന്നും അതുപോലെ വണ്ടിയാണല്ലോ. ഈ ഒരു സൈഡിലേക്ക് ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഈ സൈഡിലേക്ക് വാ. ഈ സൈഡിലേക്ക് നോക്കണി, എഞ്ചിന്റെ ഈ ഭാഗമോ ഇവിടെ ഒക്കെ നോക്കിയാണ്. ഇതിപ്പോ എന്താണ് ഇങ്ങനെ വൃത്തിയായി? മൊത്തം റീകണ്ടീഷൻ ചെയ്ത വണ്ടിയാണ്. അതാകുമ്പോൾ ചെറിയ മോഡിഫൈഡ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ SDV ചെയ്ത വണ്ടികളുണ്ടോ, അലവിൽ ചെയ്ത വണ്ടികളുണ്ട്. SDV ഉണ്ടായിരുന്നു ഇപ്പല്ല. അതുപോലത്തെ ഈ വണ്ടി കണ്ടിച്ച് RZ മിററാണ്, RZ ഇൻഡിക്കേറ്റർ ആണ്, ആംപ്ലിഫയർ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൊജക്ട് ലൈറ്റ് ആണ്, ഇതൊക്കെ എക്സ്ട്രാ വരുന്ന. പിന്നെ അതേപോലെ ഹൈറ്റ് കൂട്ടിയ വണ്ടിയാണ്. പിന്നെ റബ്ബർ ഇത് കണ്ടോ, RZന്റെ ക്രാഷ് കാർഡ്, സൈലൻസർ കാണാൻ ചുരുക്കാക്കി വെച്ചിട്ടുണ്ട്. ഫോണിക്സിന്റെ ചോക്ക് അബ്സർ ഉണ്ട്. ഓക്കെ, പിന്നെ അതല്ല നമുക്ക് ഒരു റൈഡ് പോകണവർക്കൊക്കെ മൊബൈൽ ഹോൾഡർ വരെ ഇവിടെ ഉണ്ട്. ഒന്നും ചെയ്യണ്ട, നേരെ എടുത്ത് ഓട്ടാണുള്ളൂ. ഈ വണ്ടിക്ക് പ്രത്യേക ടെസ്റ്റ് ഓട്ടിട്ടോ, കാണുമ്പോൾ ഒരു പ്രത്യേക രസമുണ്ട്. അത് ഏത് വണ്ടിയാണെങ്കിലും നല്ല വൃത്തിയാക്കി കഴിഞ്ഞാൽ എല്ലാ വണ്ടികളും നല്ല രസമുണ്ടാവും കാണാൻ. അതിലൊരു കൂട്ടത്തിൽ പെട്ട വണ്ടിയാണ് സ്പ്ലെൻഡർ പ്രത്യേകിച്ച്. പിന്നെ അതുപോലെ നമുക്ക് മെയിൻ്റെനൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പ്ലെൻഡറിന് വളരെ കുറവാണ് അല്ലേ? അതിൻ്റെ ഈ ബോഡിക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ടാങ്കിൻ്റെ സൈഡത്തെ കവറിന് എല്ലാത്തിനും മെയിൻ്റെനൻസ് കോസ്റ്റ് വളരെ കുറവാണ്. അതുപോലെ തന്നെ നമുക്ക് യൂണിക്കോൺ വമ്പനൊരു ഓഫറിൽ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ സ്കൂട്ടികൾ ഓഫർ ഉണ്ട്, സ്പ്ലെൻഡർ തന്നെ ഓഫർ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വേണ്ടി തന്നതാണ് കേട്ടോ. പ്രത്യേകിച്ച് ആളുകൾ വിളിക്കുമ്പോൾ നിങ്ങളെ വീഡിയോ കണ്ട് വിളിച്ചിട്ട് സ്പൾബറിന്റെ വീഡിയോ കണ്ടിട്ട് വിളിക്കാണെന്ന് പറയും എന്താ ഓഫർ ഉള്ളത്, അതുകൊണ്ട് ഒരു ഓഫർ വേണമെന്നാണ്. അപ്പൊ ഈ വീഡിയോക്ക് മൊത്തം ഓഫറായിട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. അത്ര തന്നെ ഉറപ്പല്ലേ? ഇത് സെറ്റ് ആവും. ഈ വീഡിയോ ഫുള്ള് കാണുന്നവർക്ക് എന്തായാലും മുതലാണ്. ഇത് കാണില്ല, എന്താ സംശയം ചെയ്യാലോ. ഓക്കെ, ഇത് നമ്മൾ കടയിൽ നിന്നല്ല ഷൂട്ടിങ് ചെയ്യുന്നത്. അതായത് നമ്മൾ അൻവറിന്റെ വീട്ടിൽ നിന്ന്. അൻവറിന്റെ വീടല്ലത്? അല്ലല്ല, അത് നമ്മളെ ഫ്രണ്ടിന്റെ വീട്. ഓക്കെ, അൻവറിന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. നല്ല ലൊക്കേഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ നല്ല മജ ആവണല്ലോ വീഡിയോ അല്ലേ? അപ്പൊ അതിന് വേണ്ടി സെറ്റ് ചെയ്താണ്. അപ്പൊ നമുക്ക് എന്തായാലും തുടങ്ങാം. ഓരോ വണ്ടിന്റെ പ്രൈസ് കാര്യങ്ങൾ അല്ലേ? ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ആളുകൾ വെയിറ്റ് ചെയ്യുന്നത്. വണ്ടിന്റെ പ്രൈസ് കാര്യങ്ങൾ, മോഡൽ, അതുപോലെ തന്നെ സ്പ്ലെൻഡർ എന്നാണ് ഇപ്പം റണ്ണിങ് കിലോമീറ്ററിന്റെ കാര്യത്തിൽ വലിയ നോക്കാനൊന്നുമില്ല. നോക്കിയിട്ട് സ്പ്ലെൻഡർ എടുക്കാൻ കഴിയില്ല, കാരണം കറക്റ്റ് ആവില്ല, ജനം കിലോമീറ്റർ ആവില്ല. അതെന്തായാലും ആവില്ല. അത്രയും പുതിയ മോഡലാണ് ഓക്കെ കേട്ടോ. ഒരു 2021 ശേഷം അല്ലെങ്കിൽ 2020 ശേഷമുള്ള ഒക്കെ ആണെങ്കിൽ നമുക്ക് കിലോമീറ്റർ ഒക്കെ നോക്കിയിട്ട് എടുക്കാം. അതിന്റെ പഴയ മോഡലാണെങ്കിൽ നമുക്ക് കിലോമീറ്റർ ഒന്നും സ്പ്ലെൻഡർ എടുക്കുന്നവർ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് സ്പ്ലെൻഡർ എന്ന് തുടങ്ങണോ അതോ നമുക്ക് ഓഫറിന്റെ റേറ്റ് ഒന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഓഫർ തന്നെ വന്നോട്ടെ. ഓക്കെ, നമുക്ക് ഈ സ്പ്ലെൻഡർ ഒക്കെ ആണെങ്കിൽ എങ്ങനെയാണ് വരുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കണോ? സ്റ്റാർട്ട് ചെയ്യണോ? പവറാക്കി കൊടുക്ക്, നേക്കിലാക്കി കൊടുക്ക്. എങ്ങനെ കൊടുക്കും? ഇത് യൂറോ 1 സ്പ്ലെൻഡർ ആണ്. യൂറോ 1 സ്പ്ലെൻഡർ ആണ്. അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ട് ആക്കണം. യൂറോ 1 സ്പ്ലെൻഡർ ആണെങ്കിൽ നമുക്കിത് സ്റ്റാർട്ട് ആക്കണം. യൂറോ 1 സ്പ്ലെൻഡറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല സൗണ്ട് പൊട്ടുണ്ടാവും. ന്യൂട്രൽ അല്ലേ വണ്ടിയിൽ?
ഓക്കെ യെസ് കേട്ടോ ഈ സൗണ്ട് ഇത് വേറൊരു ലെവൽ തന്നെയാണ്. ഇത് അത് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. ഞാൻ ഒന്നും കൂടി വേപ്പിച്ചു തരാം. കാരണം ഈ യൂറോണിന്റെ സൗണ്ട് യൂറോണിന് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അതിന് ആർസെറ്റിന്റെ മിറർ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് യൂറോണിന്റെ സൗണ്ട്. ഓക്കെ, ഈ യൂറോണിന്റെ എഞ്ചിനും പ്രത്യേക ഒരു വാല്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ യൂറോൺ എന്ന് പറഞ്ഞ വണ്ടിക്ക് പൊതുവേ നല്ല വില ഉണ്ട്. യൂറോണിന്റെ മോഡൽ യൂറോണിന് പേപ്പറുള്ള വണ്ടിയാണെങ്കിൽ എന്തായാലും ഒരു 42-43 റേഞ്ചിൽ ചുരുങ്ങിയത് വരും. അല്ല ഇത് ഓഫറില്ലേ? ഓഫറിലുള്ള വണ്ടി ഇതാണ്. ഓഫറിലുള്ള വണ്ടി ഇതാണോ? ഓക്കെ, എല്ലാ വണ്ടിയും ഓഫർ ഇതാണ് കസ്റ്റമർ ചോദിക്കുന്നത്. 99 ഒറിജിനൽ 99 ഇത് നമുക്കൊരു ഓഫറിൽ കൊടുക്കാം. ഒറിജിനൽ 99 മോഡലും കൂടി സ്റ്റാർട്ടാക്കാം. നമുക്ക് സ്റ്റാർട്ടാക്കാതെ ഇതിന്റെ സൗണ്ട് കൂടി കേൾക്കാൻ വേണ്ടിയിട്ട് ആളുകൾ തീർച്ചയായും. ഓക്കെ യെസ് യെസ് എന്താണ് സൗണ്ട്? ഒറിജിനൽ 99 മോഡൽ. ഒറിജിനൽ 99 മോഡൽ യൂറോ 1 എത്ര ചോദിക്കുന്നത്? നമ്മൾ ഈ കണ്ടീഷനിൽ ഇവിടെ 32 ഒക്കെ ചോദിക്കണേ. നമുക്ക് നിങ്ങളെ കസ്റ്റമർ ആയിട്ട് ഒരു 28 രൂപയ്ക്കാണ് കൊടുക്കാം. 28,000 രൂപയ്ക്ക് യൂറോ 1 99 മോഡൽ അല്ലേ? 99 മോഡൽ നിങ്ങൾ എവിടെയെങ്കിലും ഇപ്പത്തെ കാലത്ത് കിട്ടിട്ടെന്ന്. വേറെ കാര്യം കൂടി ഉണ്ട്. നിങ്ങൾക്ക് എവിടുന്ന് കസ്റ്റമർ വരികയാണെങ്കിൽ അവിടേക്ക് എത്താനുള്ള എണ്ണ ഈ വണ്ടിന്റെ കൂടെ നമ്മൾ ഫ്രീ കൊടുക്കും. അതിന് ഫ്രീ കൊടുക്കും. പിന്നെ മറ്റേ കോട്ടും അതും കൊടുക്കും. വണ്ടി തന്നെ അതൊക്കെ ഉള്ള കോട്ടും തരും നിങ്ങൾക്ക്. അതാണ് പവർ. അപ്പൊ 28,000 രൂപയ്ക്ക് 99 മോഡൽ യൂറോ 1 സ്പ്ലെൻഡർ നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കി. ഇപ്പത്തെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ എവിടെയും കിട്ടില്ല. ചെക്കന്മാരാണെങ്കിൽ നല്ല റേറ്റ് ഓഫറിൽ വണ്ടി ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോക്ക് എന്തായാലും ഈ ഓഫറിൽ നമ്മൾ കൊടുക്കാൻ പറ്റും. അതെ, ഇത് നമുക്ക് വേണ്ടി പ്രത്യേകം തന്നെയാണ്. ഇത് എപ്പോഴും കിട്ടുന്ന ഓഫർ അല്ലാന്ന് കൂടി പ്രത്യേകം പറയണം. കാരണം അത്രയും ഡിമാൻഡ് ആണ്. നമ്മൾ OLX-ലോ അല്ലെങ്കിൽ മറ്റുള്ള പ്ലാറ്റ്ഫോമിലോ ഈ വണ്ടി സെല് ചെയ്ത പേജുകളിലോ നോക്കുകയാണെങ്കിൽ ഒരു സ്പ്ലെൻഡറിനൊക്കെ വരുന്ന 40ന്റെ മേലേക്കുള്ള വിലയാണ്. 40 പ്രത്യേകിച്ച് യൂറോ 1 ആണെങ്കിൽ 40-50 അങ്ങോട്ട് പോകും അല്ലേ? അത് അത്രയും ഒരു ചെറിയ മോഡിഫൈ ചെയ്താണെങ്കിൽ അതിലും കൂടും. സ്പ്ലെൻഡർ പറഞ്ഞാൽ ചെക്കന്മാർക്ക് ഒരു വികാരമാണ്. കാരണം എന്താ വെച്ചാൽ മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവാണ്, എണ്ണ നല്ല മൈലേജ് നല്ല ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്പ്ലെൻഡറിന് ഭയങ്കര ആരാധകർ കൂടുതലാണ് അല്ലേ? പിന്നെ അതുമല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സെല് ചെയ്തൊരു വണ്ടി കൂടിയാണ്. ഏറ്റവും കൂടുതൽ ഫാൻ സ്പേസ് ഉള്ള വണ്ടിയാണ് തോന്നുന്നുണ്ട്. കഴിഞ്ഞ ഞങ്ങൾ വീഡിയോ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് പോയ വണ്ടി കൂടി സ്പ്ലെൻഡറാണ്. യെസ്, അതാണ് പവർ. ഓക്കെ, നമുക്ക് ഇനി നമുക്ക് സാധാ ബൈക്കുകളിൽ നിന്ന് തുടങ്ങാം. സ്പ്ലെൻഡറിന്റെ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വെയിറ്റ് ആക്കി സ്കിപ്പ് അടിക്കാതെ വെയിറ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് ഇതൊരു ഓഫർ കൂടിയാണ്. നമ്മളോട് വന്നപ്പോൾ തന്നെ പറഞ്ഞത് നല്ലൊരു ഓഫറാണ്. ഞാൻ ഈ വണ്ടിയുടെ ജസ്റ്റ് വിഷയം കാണിച്ചു കൊടുത്തത്. എനിക്കൊരിക്കലും ഇത് ഒരു 2011 മോഡൽ വണ്ടിയാണെന്ന് എനിക്കൊരിക്കലും മനസ്സിലാണില്ല. കാരണം അൻവറിനോട് പറഞ്ഞു ഇത് 2011 മോഡൽ യൂണിക്കോൺ ആണെന്ന് പറഞ്ഞു. പല ആളുകളും ഇതിലേറെ ക്വാളിറ്റിയിൽ കൊണ്ടെടുക്കുന്നുണ്ടാവും കേട്ടോ. പക്ഷേ ഒരു യൂസ്ഡ് ഷോറൂമിൽ ഇത്രയും നീറ്റുള്ള ഇതിൽ റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. 2011 ഈ ഒരു സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അതെ, ഞാൻ പെട്ടെന്ന് വന്ന് കണ്ടപ്പോൾ 2015-16 മോഡലൊക്കെ ആണെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് 11 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ 2011 ഈ ഒരു വണ്ടിക്ക് അൻവർ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഓഫറല്ലേ? നമ്മൾ ഷോപ്പിൽ ചോദിക്കുന്ന 28 ആണ്. നിങ്ങളെ വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മൾ 20 രൂപക്ക് നമ്മൾ കൊടുക്കും. നിങ്ങൾ വീഡിയോ കണ്ടുവരുന്ന സബ്സ്ക്രൈബർ മാത്രം. നമ്മളെ വീഡിയോ കണ്ടുവരുന്ന ആളുകൾക്ക് 20,000 രൂപ പ്രത്യേകം പറയണം. വീഡിയോ അതിന് കൂടെ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാനുള്ള എണ്ണയും തരും, മറ്റേ കോട്ടും തരും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതിൽ ഒരു പ്രോഫിറ്റും ഇല്ല. ഇത് നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് എക്സ്പൾസ് ആണ്. എങ്ങനെയാണ് വരുന്നത്? ഇത് എക്സ്പൾസ് 4V ആണ്. 4V ആണ്. ഓക്കെ, ഇതാകുമ്പോൾ നമുക്ക് 2022 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. ഓക്കെ, ഇത് നമുക്കൊരു 1.15 കൊടുക്കാം. 1.15 കൊടുക്കാം. 1.15 മാക്സിമം കുറച്ചിട്ട്. 1.15 ഇതിൽ കുറച്ച് കിട്ടൂല. ഇതിൽ കുറച്ച് വേറെ കിട്ടില്ല എന്നാണോ? ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് റോയൽ എൻഫീൽഡ് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. സ്റ്റാൻഡേർഡ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റിയ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്. എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമുക്കൊരു നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ്. ഒരു രക്ഷയില്ല കേട്ടോ. വണ്ടി എല്ലാം കണ്ടീഷനാണ്. ഓക്കെ, എങ്ങനെയാണ് ചോദിക്കുന്നത്? ഒന്ന് നേക്കാക്കി പറയാൻ കൂടുതൽ പറയണില്ല. ഓക്കെ, 1.13 കൊടുക്കാം. ABS വണ്ടി മോഡൽ 2019 വണ്ടി. 2019 1.13 നോക്കിക്കോളി. നിങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചോളി. കിട്ടുമെങ്കിൽ ഞാൻ പറയട്ടെ,
കണ്ടീഷൻ കുറവുള്ള പല സ്ഥലത്തും കിട്ടും. പക്ഷേ ഇത്രയും നല്ല നീറ്റുള്ള നിങ്ങൾ ഞാൻ ഇതിന്റെ വിഷ്വൽ അടുത്തുനിന്നുള്ളത് കാണിച്ചു തരാം. എന്തായാലും ഇത്രയും നല്ല പിന്നെ ചെയിന് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ നിങ്ങൾ ഓക്കെ അല്ലേ. പിന്നെ ഗ്യാരണ്ടിന്റെ കാര്യം അതും കൂടി നമുക്ക് പറഞ്ഞു കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ പല ആളുകളും നമ്മളടുത്ത് വണ്ടി എടുക്കുമ്പോൾ എവിടെ നിന്ന് വരികയാണെങ്കിലും നമ്മൾ വണ്ടിക്ക് എഞ്ചിന് ഗ്യാരണ്ടി കൊടുക്കും. പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് മീറ്റർ കേബിൾ അത് നമുക്ക് പറയാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് വണ്ടി എടുക്കുമ്പോൾ ചെക്ക് ചെയ്യാം. അതെ അല്ല അത് വണ്ടി എടുക്കുമ്പോൾ ചെക്ക് ചെയ്യാം. ഇനി പോയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എഞ്ചിൻ ബ്രേക്ക് എന്തെങ്കിലും ഒരാഴ്ച 10 ദിവസമൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. നമ്മൾ എന്താ വണ്ടി ചെയ്തു കൊടുക്കും. ഇൻഡിക്കേറ്റർ ലൈറ്റ് പരിപാടി ഇങ്ങനത്തെ ആണെങ്കിലോ അത് അങ്ങനത്തെ വിളിച്ചോട്ടെ. അത് ചെറിയ ചെറിയ കംപ്ലൈന്റ് ഒന്നും ഇപ്പോൾ 10-20 റുപ്യ അല്ലെങ്കിൽ 50 റുപ്യ അതൊക്കെ വരും. ഓക്കെ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നാക്കിൽ തന്നെയാണ്. ഓക്കെ അതുപോലെ തന്നെ FZ V2 വേർഷൻ അല്ലേ, എല്ലാവരും എൻക്വയറി ചെയ്യുന്ന ഒരു മോഡലാണ്. അതെ എത്രയാണ് നമുക്ക് നാക്കിലാണെങ്കിൽ കൊടുക്കി, നാക്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കി. ഇത് 2017 നമുക്കൊരു 54 റുപ്യക്കാണ് കൊടുക്കാം. 2017 54,000 റുപ്യക്കാണ് 2017 മോഡൽ ഈ ഒരു FZ അവർ ചോദിക്കുന്നത് കേട്ടോ. നല്ല നാക്കുള്ള വണ്ടി അല്ലേ, ഹൈ ക്വാളിറ്റി വണ്ടി. ക്വാളിറ്റി പറഞ്ഞാൽ സിംഗിൾ ഓണർ ആണത്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. നെക്സ്റ്റ് വരുന്നത് പാഷൻ പ്രോ അല്ലേ. പാഷൻ പ്രോ ആണ് എത്ര ചോദിക്കുന്നത്? നമുക്ക് 2017 മോഡൽ വരും. 2017 മോഡൽ ഡിസ്ക് ഒക്കെ വരുന്ന വണ്ടിയാണ്. ഇത് നമുക്കൊരു 42 രൂപ കൊടുക്കും. 42 രൂപ. എല്ലാ വണ്ടികളാണെങ്കിലും ഇപ്പൊ ഈ എഞ്ചിന്റെ അടിഭാഗം വരെ ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ നീറ്റ് ക്വാളിറ്റി, എല്ലാം ക്വാളിറ്റിയുള്ള വണ്ടി. ടയറൊക്കെ നോക്കുക, ചെയ്ത ടയർ വരച്ച ടയർ ഒക്കെ ഒറിജിനൽ ടയർ അല്ലേ, അതൊക്കെയാണ് നമ്മുടെ ക്വാളിറ്റി. ഓക്കെ അതുപോലെ തന്നെ അൻവർ ഏജ് ഒന്ന് തണുത്തോ? ഇല്ല കുപ്പായൊക്കെ ഒന്ന് ശരിക്കും കയറ്റി. ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഈ രണ്ട് വണ്ടിന്റെ പേര് ഇത് പറഞ്ഞു നമ്മൾ ഇല്ലല്ല സോറി ഇത് നമ്മൾ പറഞ്ഞിട്ടില്ല. ഒരു 2000 എത്ര മോഡൽ ഇത് പറഞ്ഞത്? 99. ഇത് 99 മോഡൽ. ഈ വണ്ടിക്ക് എത്രയാണ് നമ്മൾ പറഞ്ഞത്? ഇത് പറഞ്ഞിട്ടില്ല, നമ്മൾ വണ്ടി സ്റ്റാർട്ട് ആക്കിയിട്ടുള്ളൂ. അതെ ഇത് 35 വരുന്നത്. 35 വരുന്നത്. 99 മോഡലാണ് ഇത്. അതായത് ഇത് വില കുറച്ചിപ്പോ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇത് നിങ്ങളെ വീഡിയോക്കും വേണ്ടി ഒരു വണ്ടി നമ്മൾ ഓഫറിൽ കൊടുക്കും. അതെ അതായത് ഈ സ്പ്ലെൻഡർ പറഞ്ഞാൽ വില കുറച്ച് കൊടുക്കാൻ വില കുറച്ച് തരാൻ ആഗ്രഹമുണ്ട്. Euro 1 വില ഇതല്ല കേട്ടോ. 40-42 രൂപ കുറച്ച് കിട്ടൂല. അത് എനിക്കറിയാം. ഞാൻ മാക്സിമം ഞാൻ കുറച്ചിട്ടാ പറഞ്ഞു. സ്പ്ലെൻഡർ നമ്മളെന്നോ എൻ്റെ അടുത്ത് സ്പ്ലെൻഡർ ഉണ്ടായിരുന്നു. സ്പ്ലെൻഡർ കൊടുത്തതിന് ശേഷമാണ് പിന്നെ ആ സ്പ്ലെൻഡറിനോടുള്ള അതിന്റെ വാല്യൂ മനസ്സിലാണ് എന്താണെന്നുള്ളത്. സ്പ്ലെൻഡർ ഇപ്പൊ കൊടുത്ത ഒരുപാട് ആളുകൾ വന്ന് പറയും പഴയ മോഡൽ എന്റെ സ്പ്ലെൻഡർ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ കൊടുത്തപ്പോ 20,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപ 5,000 രൂപ വരെ സ്പ്ലെൻഡർ കൊടുത്ത ആളുകളുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, സ്പ്ലെൻഡറിന് വില കൂടി. എന്ത് ചെയ്യാനാ, ഒരു രക്ഷയില്ല. സ്പ്ലെൻഡറിന് യുവാക്കൾ എടുത്ത് അതൊരു ഫാൻ ബേസ് ഉള്ള വണ്ടിയാക്കി മാറ്റി. ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഇത് നമ്മൾ പറഞ്ഞു 28,000 രൂപയ്ക്ക് നമുക്ക് തരുന്ന വണ്ടിയാണ്. അതുമല്ല പേപ്പറും വാലിഡ് ആണ് അല്ലേ, പേപ്പർ ഫുൾ വാലിഡ് ആണ്. ഓക്കെ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഇനി അങ്ങോട്ട് കിളിക്കുഞ്ഞ് പോലത്തെ സ്പ്ലെൻഡർ ആണല്ലോ, നീറ്റ്. ഇത് നല്ല അലവിയിലെ കയറ്റി നല്ല അടിപൊളി ആക്കിയിട്ടുണ്ടല്ലോ. അത് മറ്റേ ബുള്ളറ്റിന്റെ അലവിലാണോ? നല്ല അടിപൊളി അലവിലാണല്ലോ. ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ? നീ ഇത് Euro 1 അല്ല, ഇത് കുറച്ച് പുതിയ മോഡലാണ് അല്ലേ. പക്ഷെ ഇത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സെൽഫ് ഇല്ല അല്ലേ? ഇല്ല സെൽഫ് ഉള്ളതും വരുന്നില്ല. ഓക്കെ പക്ഷെ ഇതൊക്കെ കാണാൻ നല്ല ലുക്ക് തന്നെയാണ്. ആ പഴയ അല്ലേ, ആ പഴമ കീപ്പ് ചെയ്ത് കൊണ്ടിട്ടുണ്ട്. ആ സൗണ്ടിൽ മാത്രമേ ഒരു മാറ്റമുള്ളൂ. സൈലൻസർ വെച്ചാൽ Euro 1 അതേ സൗണ്ടും റെഡി ആണ് അല്ലേ. ഓക്കെ സൈലൻസർ മാറ്റി മതി. അപ്പോൾ Euro 1 ആ സൈലൻസർ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇത്ര 2,000-1,300 രൂപ മുതൽ സ്റ്റാർട്ട് വരുന്നുണ്ട്. ഓക്കെ അത് നല്ല ക്വാളിറ്റിയിലാണ് ഇടുമ്പോൾ. ഓക്കെ അതുപോലെ തന്നെ നമുക്ക് എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമുക്ക് അത്യാവശ്യം ഫുള്ള് വർക്ക്. ഇത് ഏകദേശം നല്ല റേറ്റിൽ നമുക്ക് കുഴപ്പമില്ല. നമുക്കൊരു 37,000 കൊടുക്കാം. 37 നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആക്കി വെച്ചുകൊണ്ടാണ് അൻവറിന് ഇത് 20,000 രൂപ കിട്ടുകയാണെങ്കിൽ 50 ഒരു 21,000 ഒരു ചെറിയ ഇതിന്റെ ഓരോ ഭാഗം നോക്കുകയാണെങ്കിൽ അതായത് ഈ ടാങ്ക് ഉണ്ടോ, ഇത് പെയിന്റ് അടിച്ചുണ്ടോ, ഇത് ഒറിജിനൽ പെയിന്റാ. ഇത് കുറഞ്ഞ ക്വാളിറ്റി ഉണ്ട്, 500,000-1000 അടിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് റേറ്റ് കുറച്ച് കൊടുക്കാം. പിന്നെ ഇത് എഞ്ചിന്റെ കണ്ടു മെറ്റാലിക് പെയിന്റാ വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ റേറ്റ് എഞ്ചിന്റെ ഇവിടെ നോക്കുകയാണെങ്കിലൊക്കെ മറ്റേത് ഓയിലൊക്കെ ഗ്രീസ് ആയിട്ട് ആകെ അരപ്പായി കിടക്കായിരിക്കും. പക്ഷെ ഇത് നല്ല വൃത്തിയുണ്ട്, നല്ല നേക്കുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളുടെ വണ്ടികളൊക്കെ അല്ലേ. ഓക്കെ ഇനി എന്താണ് പറയാ? ഇത് സെൽഫ് ഉള്ള വണ്ടിയാണ്. 2011 മോഡൽ. അവിടെ ഞാൻ അങ്ങോട്ട് കണ്ടല്ലോ, ഇവിടെ വരച്ചൂടെ? യെസ് ഇത് സെൽഫ് ഉള്ള മോഡൽ വണ്ടിയാണ്. എങ്ങനെയാണ് ചോദിക്കുന്നത്? ഇത് നമുക്ക് 40 രൂപ റേഞ്ചിലാണ് വരിക. 40 രൂപ അല്ലേ. എല്ലാ കണ്ടീഷനും ഓക്കെ ആയിരുന്നു. ഇപ്പോൾ ഹോൺ ആണെങ്കിലും ലൈറ്റ് ആണെങ്കിലും ഇൻഡിക്കേറ്റർ ഒക്കെ ആണെങ്കിലും ഫുള്ള് എല്ലാ A to Z കാര്യങ്ങളും നിങ്ങൾ നോക്കിയിട്ട് ഇതുവരെയായിട്ട് നമുക്കൊരു ബാഡ് റിവ്യൂ കാര്യങ്ങൾ വന്നിട്ടില്ല. അൻവറിന്റെ അടുത്ത് വണ്ടി എടുത്തോ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടാണെങ്കിലും ചില ഷോപ്പിൽ നമ്മൾ വീഡിയോ എടുക്കാൻ പോകുമ്പോഴേ ഞാനൊരു കാര്യമായിട്ട് നമുക്ക് അതിൻ്റെ ഇടയിൽ വന്നിട്ട് കമന്റ് എടുക്കാറുണ്ട് കുറേ ആൾക്കാർ. അതിൻ്റെ ഇടയിൽ ആടാ ഇവിടെ നിർത്തിപ്പെട്ടടാ പറ്റടി പോയി എന്നൊക്കെ പറഞ്ഞാൽ കുറേ ആൾക്കാർ കമന്റ് ഇടല്ലേ. പക്ഷേ നിങ്ങളുടെ അടുത്തുനിന്ന് ഇതുവരെയായിട്ട് നമ്മളെ വീഡിയോയുടെ അടിയിൽ ഒരു ബാഡ് കമന്റോ കാര്യങ്ങളോ നമ്മൾ കണ്ടിട്ടില്ല. അത് നിങ്ങളെ കൂടുതൽ പോണ സ്പെൻഡറും ആ എടുത്ത ആളുകൾ അവരെ റിലേറ്റീവ് ആരെങ്കിലും വന്നിട്ട് തന്നെ പിന്നെയും കൊണ്ടുപോകും. അതെ ഇനി വേറൊരു കാര്യം കൂടി, നമ്മളെ അൻവർ അടുത്തുനിന്ന് നമ്മളെ മോട്ടോ പോയിന്റ് അല്ലേ, മോട്ടോ പോയിന്റ് എന്നുള്ള മാറ്റിയാൽ നമ്മളെ ബിസ്മിന്റെ പഴയ ഓൾഡ് നെയിം
ഇവിടുന്ന് വണ്ടി എടുത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ വന്നിട്ട് കമന്റ് ഇടി നിങ്ങളൊരു അഭിപ്രായം എങ്ങനെയാണ്, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ, നിങ്ങൾ ഓക്കെ ആണോ എന്നുള്ളത് 100% ഓക്കെ ആണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ഇടി. അതേപോലെ തന്നെ നമ്മളെ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ കമന്റായി രേഖപ്പെടുത്തുന്ന ഒരുപാട് പിള്ളേരുണ്ട്. അവരോടൊക്കെ ഞാൻ വളരെ നന്ദി പറയാണ്. സംഗതി നല്ല ഉയർത്തില്ല നമ്മളില്ലേ, മഴക്കാലാണെങ്കിലും അതിന്റെ ഇടയിൽ പെട്ടെന്നൊരു ചൂട് എന്താണോ നമ്മൾ അത്രയും എനർജി എടുത്ത് സംസാരിക്കുന്നതുകൊണ്ടും അത്രയും എനർജി എടുത്ത് നമ്മൾ ഓഫറൊക്കെ കൊടുക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു വണ്ടിയാണ് ഞാൻ ബാക്കിലൂടെ അങ്ങനെ വരാം. ഈ പറഞ്ഞോ, ഡീറ്റെയിൽസ് പറഞ്ഞോ. ഇത് 2005 മോഡലാണ്. ഓക്കെ, 2005 മോഡൽ. ഇത് ചെറുതായിട്ട് നമ്മൾ മോഡിഫൈ ചെയ്ത വണ്ടിയാണ്. ചെറുതായിട്ടൊന്നല്ല, അത്യാവശ്യം കാണാൻ നല്ല സേലുണ്ട്. ഓക്കെ, പറ. ഫസ്റ്റ് ഹെഡ്ലൈറ്റ് പ്രൊജക്റ്റ് ആണ് നമ്മൾ വരുന്നത്. ഓക്കെ, പ്രൊജക്ട് ഇത് വേറെ എക്സ്ട്രാ നമ്മൾ കയറ്റിയതാണ്. പിന്നെ അതേമാതിരി RX-7 ഇന്ത്യക്കാട്ടിൽ RX-7 മിറർ, ഹാൻഡിൽ ബാർ കാര്യങ്ങൾ, പിന്നെ അതേമാതിരി RX-7 ക്രാഷ് കാർഡ്, ഫോണിക്സിന്റെ ഷോക്ക് ആബ്സർ, Euro 1 സൈലൻസർ എല്ലാം ലിസ്റ്റ് തന്നെ ഉണ്ട് സംഗതി അല്ലേ. അപ്പൊ ഇത് നിങ്ങൾ ഇങ്ങനെ നന്നാക്കാൻ കൊണ്ടുപോയി വെക്കുമ്പോഴേ നിങ്ങൾ ആ പേപ്പർ ഫുൾ ആകാറുണ്ടോ? എങ്ങനെ? കാരണം അത്രയും വർക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. അത് എല്ലാം ഓരോ വണ്ടി നമ്മൾ വർക്ക് എടുക്കുകയാണെങ്കിൽ അത് തീരൂല. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാലോ. കേട്ടോ, അത് യൂറോണിന്റെ സൈലൻസർ ഒക്കെയാണ് അല്ലേ. ലൈറ്റ് കാണണ്ടോ? ഓക്കെ, ലൈറ്റ് ഒന്ന് ഡിമ്മും ബ്രൈറ്റും ഒക്കെ ഇട്ടരാം. ഇൻഡിക്കേറ്റർ ഒക്കെ ഇറക്കിയാണില്ലേ? ഓക്കെ, അതൊക്കെ റെഡി. ചാർജ് കുറച്ച് കമ്മിണ്ടോണ്ട് അത് വണ്ടി നിർത്തിയിട്ടാണ് ഞാനൊന്ന് റൗണ്ട് അടിച്ച് വരാം. എണ്ണ കമ്മിണ്ടോ? ഇല്ല, എണ്ണ ഓണല്ലേ. എണ്ണ ഓഫാ. ഓക്കെ, എണ്ണ ഇതിൽ ഉണ്ടല്ലോ, മീറ്ററിൽ കാണുന്നുണ്ടല്ലോ. എണ്ണ ഉണ്ട്, മീറ്റർ വർക്കിംഗ് ആണ് അല്ലേ, സെറ്റാണ്. ഓ, ബ്രേക്കൊക്കെ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് വണ്ടി? ശരിയില്ലേ? അടിപൊളി. നല്ല ബ്രേക്കും കാര്യങ്ങളൊക്കെ, ലൈനറും കാര്യങ്ങളൊക്കെ ഫുൾ പുതിയതാ തോന്നുന്നുണ്ട് കേട്ടോ. നല്ല ബ്രേക്ക് ഉണ്ട്. ഒരു പുതിയ വണ്ടി ഓട്ടുന്ന ഫീലാണ് സത്യം പറയാലോ. ഞങ്ങൾ വന്ന സമയത്ത് വണ്ടി ഓടിക്കരുത് പറയാൻ നിൽക്കായിരുന്നു. കാരണം കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഒരു ഓടിച്ച വണ്ടി കണ്ടിട്ട് ഒരു 8-10 കസ്റ്റമേഴ്സ് പൾവർ ഓടിച്ച വണ്ടിനെ വേണോ ആ വണ്ടി, അങ്ങനെ ഒരു അങ്ങനെ ഞാൻ ഈ വണ്ടി ഫുള്ള് ഓടിക്കാം എല്ലാവരും പറ്റേ. ഓക്കെ, അത് താങ്ക് യു കേട്ടോ. അത് നല്ലൊരു സംഗതിയാണ്. അങ്ങനെയൊക്കെ ഉണ്ടോ ആൾക്കാർ? പടച്ചവനെ, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പല രീതിയിലാണ്. പിറ്റേ ദിവസം തന്നെ ആ വണ്ടി പോയും ചെയ്ത്. പിറ്റേ ദിവസം വണ്ടി പോയി. ഓക്കെ, അത് ഞാൻ ഓടിച്ച വണ്ടി കൊണ്ടല്ലേ കേട്ടോ. മിക്കവാറും ആ വണ്ടിന്റെ വൃത്തിയും ആ ക്വാളിറ്റി കൊണ്ടായിരിക്കും മിക്കവാറും എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇനിയിപ്പോൾ ഞാൻ ഓടിച്ച കാരണമാണെങ്കിലും ഞാൻ നിങ്ങൾ എല്ലാ വണ്ടി എടുത്ത് വേണമെങ്കിൽ ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് എത്രയാണ് ചോദിക്കുന്നത്? നെക്സ്റ്റ് 2001 ആണ്. ഇത് നമ്മൾ അത്യാവശ്യം മോഡിഫൈ ചെയ്ത വണ്ടിയാണ്. ഇത് നമുക്ക് ഒരു 37ന്റെ ലെവലിൽ കൊടുക്കാം. 37ന്റെ ലെവലിൽ കൊടുക്കാം. ഇത് നോർമൽ സ്റ്റോക്ക് ആണ് സൈലൻസർ അല്ലേ? ഇത് നമുക്ക് ചെയ്യണമെന്ന് നമുക്ക് ചെറിയ പൈസ ചെയ്താൽ നല്ല അത്യാവശ്യം അടിപൊളിയാവും അല്ലേ. കാണാൻ നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ്. ഓക്കെ, ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ആകെ സങ്കടം SDV ചെയ്ത വണ്ടി കാണാനില്ല. വരാണ്ട് SDV ചെയ്യുമ്പോൾ സ്പ്ലെൻഡറിന് പ്രത്യേക ലുക്ക് ഉണ്ട്. ഉള്ള പറയാലോ. നമുക്ക് ഈ ഒരു സ്പ്ലെൻഡർ എത്രയാണ് ചോദിക്കുന്നത് റേറ്റ്? ഈ വീഡിയോ കാണുന്ന ആളുകൾ സ്പ്ലെൻഡർ ഫാൻസ് ആരെങ്കിലും ഉണ്ടെന്നുണ്ട് തീർച്ചയായിട്ടും താഴെ വന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ പറഞ്ഞ ഏത് വണ്ടിയിലും നമ്മൾ പറഞ്ഞ ഓഫർ കൊടുക്കുന്നുണ്ടോ? ഈ പറഞ്ഞ എല്ലാ വണ്ടിയിലും ഓഫറൊക്കെ ഉണ്ട്. പിന്നെ അതുമല്ല, ഈ വീഡിയോ കാണുന്ന സ്പ്ലെൻഡർ ഫാൻസ് തീർച്ചയായിട്ടും താഴെ വന്ന് കമന്റ് ഇടണം. സ്പ്ലെൻഡറിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ മറ്റുള്ള വണ്ടികൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം അൻവറിന്റെ അടുത്ത് പറഞ്ഞാൽ എല്ലാ വണ്ടിക്കുള്ള സൊല്യൂഷൻ ഉണ്ട്. നിങ്ങൾക്ക് നല്ല ബഡ്ജറ്റിൽ വണ്ടി തരും ചെയ്യും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വരുന്ന സ്പ്ലെൻഡർ എന്ന് പറഞ്ഞാൽ എത്രയാണ് മോഡൽ? 94 മോഡൽ. 2013. സോറി, 94 മോഡൽ. ഇവിടെ 94 ചാവി മണ്ടപ്ലേ. അത് ഫോൺ നമ്പർ ആണോ? ഓക്കെ, നമുക്ക് ഇതിനെങ്ങനെയാണ് ചോദിക്കുന്നത്? ഇത് നമുക്ക് സ്പ്ലെൻഡറിന്റെ ഇപ്പോൾ പഴയ മോഡലും പുതിയ ഒക്കെ ഒരേ റേഞ്ച് വരുന്നത്. ഇത് 42ന്റെ ലെവലിൽ കൊടുക്കാം. 42 ലെവൽ. പക്ഷേ സെൽഫും ഉണ്ട് കേട്ടോ. നമുക്ക് കിക്കർ അടിച്ച് ബുദ്ധിമുട്ടാകാൻ ആർക്കെങ്കിലും നമ്മൾ ഇത് ഈ സ്പ്ലെൻഡർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് കുട്ടികൾ ചെറിയ പ്രായം മുതൽ വലിയ പ്രായമുള്ള 70 വയസ്സുള്ള ആളുകൾ വരെ അല്ലെങ്കിൽ 80 വയസ്സുള്ള ആളുകൾ വരെ ഈ സ്പ്ലെൻഡറിന് ഇഷ്ടപ്പെടുന്നുണ്ട്. അതുമല്ല, ഇത് സിംഗിൾ ഓണറിൽ ഫസ്റ്റ് വാങ്ങിയ 1994 ഇറങ്ങിയ അന്ന് മുതൽ ഇത് വാങ്ങി ഇപ്പോഴും ഉപയോഗിച്ച് നടക്കുന്ന ആളുകളുണ്ട്. 10-30 കൊല്ലമായിട്ട് ഉപയോഗിച്ച് നടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി പറഞ്ഞാൽ അത് സെറ്റാണ്. പ്രായമുള്ള ആളുകൾക്ക് അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് ഇനിയിപ്പോൾ മാറ്റിയിട്ട് സെൽഫ് മോഡൽ ആക്കണം എന്നുണ്ടെങ്കിൽ ഇതാ സെൽഫ് മോഡലുള്ള വണ്ടി സ്പ്ലെൻഡർ. അതേ ലുക്കും തന്നെ അല്ലേ? പ്രായമുള്ള ആളുകൾക്ക് സെൽഫ് വേണമെന്നുള്ളവർ. ഇത് ന്യൂട്രലല്ലേ? വണ്ടി ന്യൂട്രലാണ്. ഓക്കെ, ഓക്കെ, അതിന് എൻ്റെ കൈ തന്നെ വരണം. ഓക്കെ, സെറ്റ്. ചില വണ്ടി അങ്ങനെ നമ്മളൊക്കെ അതിൻ്റെ ഓണർ തൊട്ടാലേ ചിലപ്പോൾ ചാട്ടമുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഇതിന് റേറ്റ് പറഞ്ഞോ? നമുക്ക് 42 ലെവൽ കൊടുക്കാം. 42 ലെവൽ കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഇതിന് എക്സ്ട്രാ 2 സ്വിച്ച് ഒക്കെ ഉണ്ടല്ലോ. ഫോഗ് ലൈറ്റ് എന്തെങ്കിലും വെച്ചിട്ടുണ്ട്? പ്രൊജക്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ലൈറ്റ് എക്സ്ട്രാ വെച്ചിട്ടുണ്ട് അല്ലേ? എങ്ങനെയാണ് ചോദിക്കുന്നത് മച്ചാ?
ഇത് നമുക്ക് ഒരു പെട്ടെന്ന് പറയും നമ്മളിത് ആൾക്കാർ കാത്തു ഇതിന്റെ റേറ്റ് ഒക്കെ ആണ് പെട്ടെന്ന് പറഞ്ഞോ. നമുക്കൊരു 39 റുപ്യ കൊടുക്കാം. 39 രൂപ കൊടുക്കാം. ഒന്നാമത് സംഭവം എന്താ വെച്ചാൽ അൻവർ തിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും കുറച്ച് കൊടുക്കണമെന്ന് ഇങ്ങനെ ആലോചിക്കണം. കാരണം ഓനിത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പറഞ്ഞാൽ രണ്ടാമത്തെ വീഡിയോ ആണ് വരെ. അപ്പോൾ നമ്മളെ വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ നല്ല ഇപ്പോൾ ഒരു 42 ഇട്ട സാധനമൊക്കെ ചിലപ്പോൾ ഇത് മിക്കവാറും റേറ്റിൽ അത് മാക്സിമം കുറച്ചിട്ടാണ് നമുക്ക് തരുന്നത്. അത് ആദ്യം വന്നപ്പോ എന്നോട് കാര്യം പറഞ്ഞല്ലോ, നമ്മളെ കസ്റ്റമർ കുറച്ച് കൊടുക്കണമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ വരുന്നത് വീഡിയോ എടുക്കാൻ. പിന്നെ നമ്മളെ വീഡിയോ ലേറ്റ് ആകുന്നുള്ള പല ആളുകളും കമന്റ് നമ്മൾ കാണാറുണ്ട്. പക്ഷേ നമുക്ക് നമ്മളെ കുറച്ച് തിരക്ക് കാരണം കൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ വീഡിയോ ലേറ്റ് ആകാൻ കാരണം. നമുക്കിത് എഡിറ്റ് ചെയ്യണം, പോസ്റ്റ് ചെയ്യണം, കുറച്ച് റിസ്ക് ഉണ്ടല്ലോ പരിപാടികളൊക്കെ. ആദ്യം നമുക്ക് കുറച്ച് ഡെയിലി അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെ വീഡിയോ ഇടാൻ കഴിഞ്ഞിരുന്നു. പക്ഷെ ഇപ്പം അത്ര പെട്ടെന്ന് വീഡിയോ എടുക്കാനും ഇതിനൊന്നും കഴിയുന്നില്ല, ഓടി പോകാനും കഴിഞ്ഞില്ല. പിന്നെ അതുമല്ല നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഗിവ് അവേ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ തിരക്ക് കാരണം കൂടിയാണ്. അതിന് പോകണം, അതിൻ്റെ റിസൾട്ട് എടുക്കണം, അങ്ങനെ ഓരോ പരിപാടി അതിൻ്റെ തിരക്കും കാരണം നമുക്ക് യൂട്യൂബിലെ വീഡിയോ അത്ര കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. എന്തായാലും വിഷമിക്കേണ്ട, നമ്മൾ ഇനിയും അടിപൊളിയായിട്ട് വരും. നമുക്കിനി സ്കൂട്ടി മോഡൽ ഇതിൻ്റെ റേറ്റ് നമ്മൾ പറഞ്ഞോ ഫൈനലി? ഇത് 39 രൂപ പറഞ്ഞു. അതേപോലെ തന്നെ മൊബൈൽ ഹാൻഡിൽ, ബാർ ഹാൻഡിൽ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, ലൈറ്റും കാര്യങ്ങളും ഉണ്ട്. ഫാസിനോ നാക്ക് ഉണ്ടോ? ഇത് നമ്മൾ ചെറിയ റേറ്റിന് തന്നെ കൊടുക്കും. ചെറിയ റേറ്റ് പറഞ്ഞാൽ പറ്റ കുറക്കും, പറ്റടി പോവോ? ഇല്ല, നമ്മളും ഓലും പോവാത്ത രീതിയിൽ കൊടുക്കാം. നമ്മളും ഓലും പോവാത്ത രീതിയിൽ കൊടുക്കാം. ഓക്കെ, എങ്ങനെയാണ് ചോദിക്കുന്നത്? 16 മോഡൽ നമുക്കൊരു 29 റുപ്യ കൊടുക്കാം. 16 മോഡൽ 29 രൂപ. ചാവി ഇവിടെ പോയി? മോഡൽ പറഞ്ഞത് 16 മോഡൽ. അതെ അതെ, 29 ഫാസിനോ. നിങ്ങൾ എവിടെയും കിട്ടുമോ നോക്കി. സർവീസ് ചെയ്യണം കാര്യം ഉള്ളൂ. കുറേ കുറയോ? ഇത് ഫൈനലാണോ? മാക്സിമം കുറച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഡിയോ, അത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ചാവി അവിടെയാണ്. ഓക്കെ, ചാവി ഇട്ടി. ഓക്കെ, നമുക്ക് ഈ ഫാസിനോ ഒന്ന് സ്റ്റാർട്ടാക്കാം. യമഹ ഫാസിനോ ഫുൾ സെറ്റാണ്, സൈലൻ്റ് ആണല്ലോ അല്ലേ? ഓക്കെ, നമുക്ക് ഫാസിനോൻ്റെ റേറ്റ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡിയോ ആണെങ്കിൽ എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമുക്ക് 2019-20 രജിസ്റ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇത് നമ്മളിവിടെ 55 കൊടുക്കാം. 55 നമുക്ക് കൊടുക്കാം അല്ലേ? ലാസ്റ്റ് ഒരുപാട് ആളുകൾ കസ്റ്റമർ ചോദിക്കണുണ്ട് ഈ കളറിൽ ഗ്രേ കളർ ഡിയോ എന്ന് പറഞ്ഞാൽ പണ്ടേ ഒരു മാർക്കറ്റിലുള്ള മോഡൽ വണ്ടിയാണ്. അതിന് പ്രത്യേക ഒരു ഫാൻസ് തന്നെ ഉണ്ട് തോന്നുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് എത്രയാണ് ചോദിക്കുന്നത്? ഇത് വരുന്നത് എന്താ വെച്ചാൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി 2021 മോഡൽ. 2021 ഇത് നിങ്ങളോട് ഞാൻ പറയാതെ വെച്ചൊരു സംഭവമാണെന്ന് നിങ്ങളോട് ഇപ്പൊ പറയണേ. ഇതൊരു ഓഫറിൽ നമുക്ക് കൊടുക്കണം. ഇത് ഓഫറിൽ കൊടുക്കുന്നത് 72 റുപ്യ 70 റുപ്യ കൊടുക്കണ വണ്ടി. അത് എത്ര കൊടുക്കാം നമ്മള്? ഇത് 72 റുപ്യ നിങ്ങൾ കൊടുക്കണം. ഞാനൊരിക്കലും നിങ്ങളെ വണ്ടിന്റെ റേറ്റ് പറയില്ല കേട്ടോ. നിങ്ങൾ പറഞ്ഞ റേറ്റ് പറയാൻ കൊടുക്കാം നമുക്ക്. അങ്ങനെയൊക്കെ പറയണോ? ഞാൻ പറ്റണ് കുറക്കും കേട്ടോ. ഒറ്റയടി പോകും. നിങ്ങൾ എത്ര റേറ്റ് വേണം നമ്മൾ കൊടുക്കും. ഉറപ്പാ? ഉറപ്പാ. എടാ, ഇതാകെ പേടിപ്പിച്ചല്ലേ. എത്ര 72 റുപ്യ മാർക്കറ്റിൽ നമ്മൾ ചോദിക്കണ വണ്ടിയാണ്. 2021 ആകെ 23,000 ഓടിയിട്ടുള്ളൂ. ആകെ ടെൻഷൻ ആക്കട്ടെ ചെയ്യുന്നത്. ഞാൻ കുറച്ച് പറയാം. അത് പ്രശ്നമല്ല. ഉറപ്പാ? എന്താ അംശം? ഇവനോ എത്ര കൊടുക്കണേ? ഒറ്റടി പോജ്. ഞാൻ റേറ്റ് പറയണോ? ഇജ് ഒറ്റടിക്കാക്കോ? ഇല്ല, നിങ്ങൾ പറഞ്ഞോളേ. ഒരു 68. നിങ്ങൾ പറഞ്ഞോ, റേറ്റ് പറഞ്ഞു. ഇനി കുറക്കണോ? കുറക്കാം. 65. 64 കൊടുക്കാം. 64 ഡിയോ അല്ലേ? ഇത് ഇന്നിട്ടൊന്ന് പരീക്ഷിച്ചതാ. ഞാൻ അൻവറിട്ട് നൈസിലി ഇടയ്ക്ക് ഇങ്ങനെ തേക്കുണ്ട്, അതിലിട്ട് എനിക്ക് തന്നതാണ്. ഇത്ര 64 ഇത് പുറത്തുനിന്ന് ഒരു കസ്റ്റമർ വരാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ കഴിയില്ല. നിങ്ങൾ ഈ വീഡിയോക്ക് നിങ്ങൾ പറഞ്ഞ ആളുകൾ വരികയാണെങ്കിൽ നമുക്ക് കൊടുക്കാം. അതെ, അതായത് ഇത് നമ്മളെ വീഡിയോ കണ്ടുവരുന്ന നിങ്ങൾക്ക് മാത്രമുള്ള ഓഫറാണ് ഈ വണ്ടികളൊക്കെ. ഇത് പ്രത്യേകിച്ച് അല്ലേ? ഇത് വേറെ ആർക്കും ഒരു ടച്ചപ്പ് കാര്യങ്ങളൊന്നും കയറില്ല. സിംഗിൾ ഓണർഷിപ്പ്, സേഫ്റ്റി ഗാർഡ് കാര്യങ്ങളൊക്കെ കമ്പനി ഇറക്കി. അതേപോലെ ടയർ കഴിഞ്ഞ് ടയർ പുതിയ മാറ്റിയിട്ടു. ഒരു കാര്യം കൂടി പറഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന ആളുകൾ മാക്സിമം ഈ വണ്ടികളൊക്കെ ആവശ്യമുള്ള ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യുക. കാരണം നാളെ ഈ വണ്ടി കിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്നോട് പരാതി വരരുത്. ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഇന്ന് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് എല്ലാവരും അറിയിച്ചോളി. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിരിക്കും നമ്മൾ നമ്പർ കൊടുത്തിരിക്കുക. അതായത് ഡിസ്ക്രിപ്ഷനിൽ, അതായത് ക്യാപ്ഷൻ പറഞ്ഞ സംഗതി ഉണ്ടാവും അടിയിൽ, അതിലുണ്ടാവും നമ്പർ. എല്ലാവരോടും ഈ വീഡിയോ കാണുന്ന പല ആളുകൾക്കും നമ്പർ എവിടെ കൊടുക്കുന്നത് കൺഫ്യൂഷനാണ്. നമ്മൾ ഈ ഡിസ്പ്ലേയിൽ നമ്പർ കൊടുക്കാത്ത വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ഡിസ്പ്ലേയിൽ നമുക്ക് നമ്പർ ചേഞ്ച് ചെയ്യാനോ കാര്യങ്ങളോ കഴിയില്ല. മേ ബി അൻവർ നമ്പർ മാറി കഴിഞ്ഞാൽ ഡിസ്പ്ലേയിലുള്ള നമ്പർ നമുക്ക് മാറാൻ കഴിയില്ല. അപ്പോൾ ആളുകൾ എന്തെങ്കിലും ആവശ്യത്തിന് പിന്നെയും ഈ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ്. അതുപോലെ ഒരു കാര്യം പറയുന്നത്, കുറേ ആളുകൾ കഴിഞ്ഞ് വീഡിയോ കണ്ടിട്ട് ഫിനാൻസിന്റെ കാര്യം ചോദിച്ചു. ഫിനാൻസ് നമ്മൾ ഏത് വണ്ടി കൂടെ കൊടുക്കുന്നില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമർ അവരെ പോയിട്ട് അതിനുള്ള സെറ്റപ്പ് സൗകര്യങ്ങൾ നിങ്ങൾ റെഡി. ഫിനാൻസിന്റെ കാര്യം നമ്മളൊന്നും
ചെയ്യണില്ല. നിങ്ങൾ ചെയ്യണില്ല എന്നല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് അതിനുള്ള ആളുകളെ അതിന്റെ അറേഞ്ച്മെന്റ് നമ്മൾ ചെയ്യൂല. അറേഞ്ച്മെന്റും ചെയ്യില്ല. അത് അവർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യും. അതായത് ഫിനാൻസ് നമ്മൾ ചെയ്യണ്ടെന്നുള്ളൊരു തീരുമാനം ആദ്യം എടുക്കാൻ കാരണം തന്നെ അതിലേക്ക് പിന്നെ പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ വണ്ടി തുടങ്ങിയിട്ട് ഇതുവരെ ഫിനാൻസ് കൊടുത്തിട്ടില്ല. വരുന്ന കസ്റ്റമർ ചില ആളുകൾക്ക് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ അവരുടേതായ രീതിയിലും RC നമ്മൾ അവിടെ കൊടുക്കും. കഴിഞ്ഞതിൽ നമ്മൾ എന്തോ ഫിനാൻസിനെ പറ്റി പറഞ്ഞിരുന്നു തോന്നുന്നുണ്ട്. ആളുകൾ നമ്മൾ ചോദിക്കുന്നുണ്ട് ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് എത്ര. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫിനാൻസിന്റെ കാര്യങ്ങൾക്കായിട്ട് അൻവറിനെ വിളിക്കണം. നമുക്ക് റെഡി പൈസ ഒക്കെ നേരിട്ട് കച്ചവടം ചെയ്യാം. റെഡി ഇല്ലെങ്കിൽ നമുക്ക് ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം നമുക്ക് ടൈം ഗ്യാപ്പ് കൊടുക്കാം. പക്ഷേ ഫിനാൻസ് കൊടുക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഡിയോ ഈ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിലൊരു മോഡൽ തന്നെയാണ്. കളർ ഡിഫറെന്റ് ആണ്, വൈറ്റ് ആൻഡ് ബ്ലാക്ക്. എത്രയാണ്? നല്ല ക്വാളിറ്റി വണ്ടി. നല്ല ക്വാളിറ്റി വണ്ടി എത്ര ചോദിക്കുന്നത്? ഇത് 40 ചോദിക്കണം, നമുക്ക് ഒരു 37 കൊടുക്കാം. 40 ചോദിക്കുന്നത്, നമുക്ക് വേണ്ടി 37 കൊടുക്കാന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ ആക്റ്റീവ് വരുന്നുണ്ട്. ആക്റ്റീവ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ്. ആക്റ്റീവ് എത്ര ചോദിക്കുന്നത്? ഇത് 2021 മോഡൽ. 2021 മോഡൽ. ഞാൻ ഓടിക്കണോ? പിന്നെ ഞാൻ ഓടിച്ചാൽ മാർക്കറ്റ് വിടുമോ? അങ്ങനെ ഉണ്ടോ? ഇത് സ്റ്റാർട്ടായിട്ടോ? പുതിയ വണ്ടിയാണ്. പുതിയ വണ്ടിയൊക്കെ പറഞ്ഞാൽ അത് വേറെ തന്നെയാണ്. ഞാൻ മുന്നേക്കൊന്ന് ബാക്ക് വെച്ചു. വണ്ടി തരണം. മതി ഇത് മതി. ഓക്കെ, എത്ര ഓടിച്ചാൽ ചിലപ്പോൾ നമ്മളൊന്ന് വാങ്ങും. ഓക്കെ, എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് ഡിയോന്റെ ഒക്കെ റേറ്റ് 72, 71 ഒക്കെ വില. ഇത് നമുക്ക് 68 കൊടുക്കാം. ഇത് 68. ഇതിൽ വേറെ കാര്യം കൂടി 17,000 കറക്റ്റ് കിലോമീറ്റർ. 17,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജസ്റ്റ് വേണമെങ്കിൽ ഇങ്ങനെ വന്നാൽ കാണിച്ചു തരാം. 17,000 സംതിങ് കിലോമീറ്റർ മാത്രമേ ഇപ്പം നിലവിൽ ഇത് ഓടിയിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് സിംഗിൾ ഓണർ വണ്ടിയിൽ ആക്റ്റീവ 6G അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ ആക്സസ് പറഞ്ഞാൽ ഇത് വേറെ എല്ലാ വണ്ടികളും എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്ക് ഇത് പ്രത്യേകിച്ച് പറയാനാണ്, എനിക്ക് ഇതിൽ ഏത് വണ്ടി ഇഷ്ടപ്പെടാത്ത വണ്ടി, അതുകൊണ്ട് ഞാൻ എല്ലാ വണ്ടി ഇഷ്ടപ്പെടാന്ന് പറയും. ഓക്കെ, ഇത് എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 2019 ഇതൊരു 60 രൂപ റേഞ്ചിൽ ഡിസ്കോ അലവിലൊക്കെ വരുന്ന വണ്ടിയാണ്. ഓക്കെ, 60 രൂപക്ക് കൊടുക്കാം. 60 രൂപക്ക് നമുക്ക് കൊടുക്കാം അല്ലേ? 60,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ആക്സസ് നമുക്ക് കൊണ്ടുപോകാം. നല്ല അടിപൊളി വണ്ടി തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു ആക്സസ് എത്രയാണ് ചോദിക്കുന്നത്? ഇത് 2017. ഇതാകുമ്പോൾ നമുക്കൊരു 46 കൊടുക്കാം. 46 കൊടുക്കാം. അടുത്ത് എൻഡോർക്ക് 2018 മോഡൽ. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 44 കൊടുക്കാം. 44 കൊടുക്കാം അല്ലേ? 44 എൻഡോർക്ക്. ഇത് ഓഫർ ഉണ്ടല്ലോ. അത് ഓഫറാണ്. 50 രൂപ മാർക്കറ്റിലെ വണ്ടിയാണ്. ഓക്കെ, 50 രൂപ മാർക്കറ്റിലെ വണ്ടിയാണ് എൻഡോർക്ക്. ഞാൻ ജസ്റ്റ് ഒന്ന് മുന്നിൽ വെക്കണോ സ്റ്റാർട്ടാക്കിയിട്ട്? ഇവർക്ക് പവറുള്ള വണ്ടിയാണ് കേട്ടോ. TVSന്റെ വണ്ടിയാണ്. നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി തന്നെയാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഡിജിറ്റൽ മീറ്റർ കാര്യങ്ങളെല്ലാം വരുന്നത്. ഇത് ബ്ലൂടൂത്ത് കാര്യങ്ങൾ വരുന്നുണ്ടോ? ഇല്ല, ബ്ലൂടൂത്ത് കാര്യങ്ങൾ പുതിയ മോഡലാണ് വരുന്നത്. ഇത് പുതിയ മോഡലാണ് അല്ലേ? ഓക്കെ, എത്ര മിനിറ്റായി വീഡിയോ? 1/2 മണിക്കൂറായാലും പറയേ. അതേ പെട്ടെന്ന് ചാടി കളിച്ച് പറ. ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് സ്പീഡ് തരണം. സ്പീഡാണ്. ഓക്കെ അല്ലേ? ഓക്കെ, സംഗതി ഉയർത്തോ? ഞാൻ വിയർത്തിട്ടുണ്ടായിരുന്നു. മഴക്കാലാണെങ്കിലും വെയിലല്ലേ? വെയിലാണ്. മഴക്കാലാണെങ്കിലും ഇന്ന് പ്രത്യേകിച്ച് നല്ലൊരു കാലാവസ്ഥ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ വീഡിയോ എടുക്കുക ഇപ്പം മെയിനായിട്ടൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ വീഡിയോ ലേറ്റ് ആകാൻ കാരണം നമ്മൾ ഈ മഴ കാരണം തന്നെ. അതായത് മഴത്ത് നമ്മൾ പലയിടത്തും വീഡിയോ എടുക്കാൻ വേണ്ടി പോകാൻ നിൽക്കുമ്പോൾ അവിടെ ഭയങ്കര മഴയായിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനുള്ള സൗകര്യങ്ങൾ കിട്ടാറില്ല. ഓക്കെ, സ്പെയറിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. സ്പെയറിന്റെ കാര്യം പറഞ്ഞോ? ഇജ്ജ് ഇവിടെ തന്നെ പറയും, സാധനം പറയും. അതായത് സ്പ്ലെൻഡറിന്റെ എല്ലാ സ്പെയറും അത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഏത് സ്പെയർ ആണെങ്കിലും എല്ലാ സ്പെയറും ബോഡി കാര്യങ്ങൾ ഒക്കെ നമ്മൾ ഓഫറിലാണ് കൊടുക്കുന്നത്. അതായത് ഇപ്പൊ സ്പ്ലെൻഡറിന്റെ ഈ സാധനമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളെ വീഡിയോ കണ്ടിട്ട് ഒരു കസ്റ്റമർ വിളിക്കുകയാണെങ്കിൽ ഇതിന്റെ മൊത്തം ബോഡി, അതായത് വൈസർ, മഡ്ഗാർഡ്, സൈഡ് കവർ, ടൈപ്പ് പാനല് മൊത്തത്തിൽ നമ്മൾ 999 ഓഫറിൽ മൊത്തം ബോഡി മൊത്തം 990. പുതിയ സാധനം 999. 999 ആകെ 1000 മേലുള്ള മാതിരി 900 പറയുമ്പോൾ അല്ലേ? ഓക്കെ, എന്തായാലും പിന്നെ അതേപോലെ തന്നെ വേറെ സാധനം കൂടി ഉണ്ട്, ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ. ഹെൽമെറ്റ് നമ്മളെ കടയിലുണ്ട്. അത് നമ്മൾ 5% മുതൽ 10% വരെ ഓഫറിൽ കൊടുക്കും. 10% ബ്രാൻഡ് സ്റ്റീൽ ബേർഡ്, സ്റ്റഡ്സ്, അങ്ങനത്തെ ബ്രാൻഡ്. അപ്പൊ വലിയ പരിപാടിയൊക്കെ ആയല്ലോ കട. അപ്പൊ ഞാൻ കടയൊക്കെ വന്നോട്ടെ, എന്താ അവസ്ഥ? നമുക്ക് കടയൊക്കെ പോയി നോക്കാം അല്ലേ? കടന്റെ ഉൾഭാഗം അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടെന്നാലോ. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ടോ നമ്മളെ വണ്ടി എടുക്കുന്നവരോട് പറ്റി? അതായത് നമ്മൾ റെയിൻകോട്ട് കൊടുത്തു ഓഫർ, പിന്നെന്താ ഓഫർ? ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ വീഡിയോ കണ്ടിട്ട് അധികം ലോങ് നമുക്ക് വിളിക്കണത്. കുറെ ഡെലിവറി നമ്മൾ കൊടുക്കും. ഡെലിവറി ചെയ്ത് നമ്മളെ വീഡിയോ നമ്മളിപ്പോ കഴിഞ്ഞ ഒരു 4 ദിവസം ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം, മിനിഞ്ഞാന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു വണ്ടി കൊടുത്തു. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എത്ര ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു? അത് 1000ന്റെ ഉള്ളിലേ ഉള്ളൂ. ഇപ്പൊ എത്ര ആയി നിലവിൽ? ഇപ്പൊ എന്തായാലും ഒരു 7 ലെവല് ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ ഇനിയും നല്ല സപ്പോർട്ട് വേണ്ട കേക്ക്. അപ്പൊ ഇൻസ്റ്റാഗ്രാമിന്റെ പേര് നമ്മൾ മാറിയിട്ടുണ്ട്. ബിസ്മി എന്നുള്ള ഇൻസ്റ്റാഗ്രാമിന്റെ പേര് നമ്മൾ മാറിയിട്ട് മോട്ടോ പോയിന്റ് എന്നുള്ള പേരാക്കിയിട്ടുണ്ട്. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് സെർച്ച് ഹിസ്റ്ററി പോയിട്ട് മോട്ടോ പോയിന്റ് അടിച്ചാൽ മതി. സ്പ്ലെൻഡർ ഇഷ്ടപ്പെടുന്നവർ, അതേപോലെ തന്നെ നല്ല വണ്ടി ഓഫറിൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരും, വണ്ടികളുടെ അപ്ഡേഷൻ കറക്റ്റ് ആയിട്ട് ഞാൻ വരുന്നതിന് മുന്നേ കൃത്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളി. അതിന് സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുക്കാം, താഴെ ഞാൻ ലിങ്കും കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അത് ഫോളോ ചെയ്ത് വെച്ചാൽ മതി അല്ലേ? സെറ്റ് ആകൂല. പിന്നെ സ്പെയറിന് വേറെ പേജ് ഉണ്ടോ?
ഇല്ല അതന്നെ അല്ല അതന്നെ അതിൽ തന്നെ നമുക്ക് സ്പെയർ കാര്യങ്ങളും അതിന്റെയും കറക്റ്റ് അപ്ഡേഷൻ ഉണ്ടാവും അല്ലേ. അതായത് ബിസ്മി എന്ന് പറഞ്ഞ ഇവന്റെ അല്ലെങ്കിൽ മോട്ടോ പോയിന്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ അൻവറിന്റെ ഒരു കഠിനാധ്വാനം കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതായത് അൻവർ ചെറുപ്പം മുതലേ, എനിക്കറിയാം അൻവറിന്റെ തൊട്ട് ഏകദേശം കുറച്ച് അടുത്ത് തന്നെയാണ് ഞാനും താമസിക്കുന്നത്. ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ അൻവർ സെയിൽ ചെയ്യുന്നതും വണ്ടി ചെറിയ ചെറിയ ഓൻ്റെ വീട്ടിൽ വെച്ചിട്ടും അല്ലെങ്കിൽ ചെറിയ ചെറിയ ഗ്യാരേജൊക്കെ വെച്ചിട്ട് അങ്ങനെ കച്ചവടം ചെയ്ത് വന്നിരുന്ന ഒരാളാണ്. ഇപ്പോഴാണ് നമ്മളൊരു സ്ഥാപനമൊക്കെ തുടങ്ങി നല്ലൊരു ഗ്രാൻഡാക്കി തുടങ്ങിയത്. കഴിഞ്ഞ വീഡിയോ തുടങ്ങുമ്പോൾ നമ്മൾ ആ സ്ഥാപനം തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസമാണ് വീഡിയോ തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ അത്രയും നല്ല ഡെവലപ്പായി. നിങ്ങളെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് വീണ്ടും അൻവർ ഉയരത്തിലെത്തും. അതിന് നിങ്ങൾക്ക് മാക്സിമം നല്ല വണ്ടികളും കിട്ടും എന്നുള്ളതാണ് മെയിനായിട്ട്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് മാക്സിമം വേണം. നമ്മൾ ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്തോളി. അതുപോലെ തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നോളി, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി, ബെല്ലൈക്കൺ അമർത്തി വെച്ചോളി. ഇതുപോലെ വണ്ടികൾ അക്ഷരമായിട്ട് ഇനിയും നമ്മൾ വരും. പിന്നെ നമ്മൾ ആ അൻവറിൻ്റെ ഷോപ്പിൻ്റെ ഉൾഭാഗം കൂടി നമ്മളൊന്നും കാണിച്ചു തരാം അല്ലേ. അൻവറേ സെറ്റ് അല്ലേ? കഴിഞ്ഞ നമ്മളെ വീഡിയോ ഒക്കെ ഓക്കെ അല്ലേ? ഓക്കെ, എന്നാൽ പൊളിക്ക്. ഇനി ഞങ്ങൾ അവിടെ നേരെ ഷോപ്പിൽ പോയി നോക്കാം കേട്ടോ. അപ്പം നിങ്ങളെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കവിടെ നടന്ന് പോകാം അല്ലേ? ഓക്കെ ഓക്കെ. ഇവലെ കാണിക്കണം നമുക്ക് വീഡിയോയിൽ. ആ ജസ്റ്റ് അല്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. പേര് ജുഹൈദ്. ഓക്കെ. മുനീബ്, അമീൻ. ഹുയ് ഇവിടെ വരി അല്ലെ ജസ്റ്റ് വാ. വീഡിയോക്ക് വരാൻ താല്പര്യമില്ലാത്ത ആളാണ്. വീഡിയോക്ക് വരാൻ താല്പര്യമില്ലാത്ത ആളാണ്. എന്തായാലും നമ്മൾ കാണിക്കണം. ആ എന്തായാലും കാണിക്കണം. ഇവിടുത്തെ ആ ചക്കൻ്റെ അടി പോയി കാലേ. ഓക്കെ, പേര് പറഞ്ഞു ഷംസുദ്ദീൻ. ഓക്കെ, അങ്ങനെ ഇവരൊക്കെ കൂടിയിട്ട് അതിരാവിലെ എണീച്ച് വണ്ടിയൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചതാണ്. അൻവറിന്റെ സുഹൃത്തുക്കളാണ്, അൻവറിന്റെ അല്ലേ ചങ്കുകളാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഇവര് രാവിലെ നമ്മളൊക്കെ എണീച്ച് വരുന്നതിന് മുന്നേ ഇവിടെ വന്നിട്ട് ഈ വീടിന്റെ മുന്നിലേക്ക് ഇവരുടെ കടയിൽ നിന്നും ഏകദേശം എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസിൻ്റെ ഇവിടെ 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലേക്ക് എല്ലാ വണ്ടികളും ഓടിച്ച് ഇവിടെ വന്നിട്ട് നിർത്തിയിട്ട ആളുകളാണ്. അപ്പോൾ അവർക്കും നമ്മളൊരു ബിഗ് താങ്ക് യു പറയാണ്. അപ്പോൾ നിങ്ങളൊക്കെ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരല്ലേ, സബ്സ്ക്രൈബേഴ്സാണ്. ഓക്കെ, താങ്ക് യു. രാവിലെ തന്നെ ഞങ്ങൾ വന്നിട്ട് എല്ലാവരും കൂടി എന്താ പറയാ. അപ്പോൾ ഓക്കെ, നമുക്ക് ഞാൻ നേരെ കടയ്ക്കും കൂടി പോകാം. അപ്പോൾ നമ്മൾ അൻവറിൻ്റെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ ഷോറൂം ഇതാ മോട്ടോ പോയിന്റ് ഉണ്ട്. എന്നോട് വണ്ടികളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാം. അൻവറേ ഉള്ളിലേക്ക് വാ. ഇതാണ് നമ്മളെ ലൊക്കേഷൻ കൂടി നമ്മൾ പറയാൻ മറന്നിട്ടുണ്ട്. അൻവറേ നമ്മളെ ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് പറഞ്ഞു കൊടുത്താൽ. ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി കീശേരി റോഡിൽ തൃപ്പനം ജിജുമാത്ത് പള്ളിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരും. അതായത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി കീശേരി റോഡിൽ അല്ലേ. മഞ്ചേരി ഇങ്ങനെ കീശേരി റോഡിൽ, അതെ, അല്ലെങ്കിൽ കീശേരി നേരെ മഞ്ചേരി റോഡിലും അങ്ങനെ തൃപ്പഞ്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ. അവിടെ പള്ളിയുണ്ട്, പച്ച പള്ളിയുണ്ട്. നിങ്ങൾ പോവുകയാണെങ്കിൽ കാണാൻ കഴിയും. ആ പച്ച പള്ളിൻ്റെ അടുത്തതാ അവിടെ ഒരു മസാലപ്പീടിയ, പച്ചക്കറി പീടിയും അതുപോലെ തന്നെ മസാലപ്പീടിയും ഫ്രൂട്ട്സ് കടയൊക്കെ ഉണ്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് നമ്മളെ മോട്ടോ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഷോപ്പ് വരുന്നത്. അൻവറേ വാ, വണ്ടി നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഓഫീസ് റൂം കാര്യങ്ങൾ, പിന്നെ അത് നിലവിൽ നമ്മുടെ ആക്സസറീസിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. കണ്ടോ, ഹെൽമെറ്റുകളൊക്കെ ഒരുപാട് നിലവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരുപാട് സൗകര്യങ്ങൾ ഇവിടെ റെഡി ആക്കാറുണ്ട്. പക്ഷേ ആക്സസറീസ് ഒക്കെ നിലവിൽ വന്നിട്ടില്ലേ? എല്ലാ സാധനവും സ്പെയർ എല്ലാം റെഡിയാണ്. എല്ലാം റെഡിയാണ്. നമുക്കൊന്ന് സെറ്റ് ആക്കി എടുക്കാം. ഹെൽമെറ്റ് നമ്മൾ സ്പെഷ്യൽ ഓഫറിലും കൊടുക്കും. അതായത് ഹെൽമെറ്റുകൾ 5% മുതൽ 10% വരെ ഓഫറിൽ കൊടുക്കും. ഓഫറിലുണ്ട്. അതായത് ബ്രാൻഡ് ഹെൽമെറ്റ്, അതായത് വെഗ, സ്റ്റീൽ ബേർഡ്, സ്റ്റഡ്സുകളൊക്കെ 5% മുതൽ 10% വരെ ഓഫറുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ കണ്ടുവരുന്നവർക്ക് നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഡിസ്കൗണ്ട് കാര്യങ്ങളെല്ലാം അവർ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഗോഡൗണിൽ ഒരുപാട് സ്പെയർ ആക്സസറീസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയാമെങ്കിൽ ഇവരെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അതിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി. വണ്ടികൾ വേണമെന്നുണ്ടെങ്കിലും ആക്സസറീസ് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ ലൊക്കേഷൻ മറക്കണ്ട. മഞ്ചേരി തൃപ്പനഞ്ചി അല്ലെങ്കിൽ കീശേരി തൃപ്പനഞ്ചി എന്ന് പറയും കേട്ടോ. ഓക്കെ, മോട്ടോ പോയിന്റിൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട ആളുകൾ മാക്സിമം ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്തോളി. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി അല്ലേ. അപ്പോൾ ഓക്കെ, ബൈ, നമുക്ക് വീണ്ടും കാണാം.